സുന്ദരമായ മറ്റൊരു വാർത്താ പ്രഭാതത്തിലേക്ക്, അതും പുന്നമടയിൽ ഓളം ഇങ്ങനെ വെട്ടിവിടരുന്ന പുന്നമട കായലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പള്ളാത്തുരുത്തിയിലാണ്. പള്ളാത്തുരുത്തിയിൽ കെന്നിട്ട ജെട്ടിയിൽ ഇറങ്ങി നമ്മൾ ഇനി കുറച്ച് മുന്നോട്ട് പോകും. അതിനുശേഷം നമ്മളെ കാത്ത് കുറേ സ്ഥലങ്ങളിൽ കരകളിൽ ബോട്ടും വള്ളങ്ങളും ഒക്കെ നിൽപ്പുണ്ട്. അപ്പം ക്ലബ്ബുകളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഉഷാറല്ലേ? പള്ളാത്തുരുത്തി മേൽപ്പാടം ചൂണ്ടലാണ് അല്ലേ ക്യാപ്റ്റൻ? സോളി മേൽപ്പാടം. അതെ, പള്ളാത്തുരുത്തിയുടെ ക്യാപ്റ്റനാണ്. മേൽപ്പാടം ചൂണ്ടന്റെ ക്യാപ്റ്റനാണ് അദ്ദേഹം. അതെ അതെ, ഞങ്ങൾ മൂന്നാമത്തെ വർഷമാണ് വള്ളം ഇറങ്ങിയിട്ട്. 72ാമത്തെ നെഹ്റു ട്രോഫിയിൽ ഞങ്ങൾ കപ്പ് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണം. ഞങ്ങൾ രണ്ട് ചുണ്ടനുണ്ടോ? ഉണ്ട്. ഒന്ന് മേൽപ്പാടനും ഉണ്ട്, പായിപ്പാടനും ഉണ്ട്. അതെ അതെ. അപ്പൊ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്നത് ഏതാണ്? അത് രണ്ട് വള്ളം രണ്ടും പള്ളാത്തുരുത്തിയുടെയാണ്. രണ്ടും പള്ളാത്തുരുത്തി. ഇതാണ് മെയിൻ ടീം. ഇതാണ് മേൽപ്പാടനാണ്. അതെ, മേൽപ്പാടൻ ചുണ്ടനാണ്. നമ്മൾ ഇഞ്ച് വ്യത്യാസത്തിൽ ഇഞ്ചൊക്കെ മാറും. നമ്മുടെ കൂടെ ഉണ്ടാകണം നിങ്ങൾ 100%. ഒപ്പം ഉണ്ട്. പള്ളാത്തുരുത്തി കറി എത്തിയാൽ പള്ളാത്തുരുത്തി കറിക്കൊപ്പം, കൈനഗരിയിലെത്തിയാൽ വിസിക്കൊപ്പം. അതെ. അപ്പൊ ആവേശം കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു കലാകാരനുണ്ട്. അപ്പൊ കലാകാരൻ ഇവിടെ ഉണ്ടല്ലോ. മധു പുന്നപ്രയും നമ്മുടെ പ്രബോധം ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്കൊരു 2 വരികളിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവരാണ് പള്ളാത്തുരുത്തിയുടെ മെയിൻ ടീം അല്ലേ? നമ്മുടെ ടീമാ. ഇത്തവണ ഇദ്ദേഹം പറയുന്നത്, പ്രമോദ് പറയുന്നത് 9 ടീമും സൂപ്പർ ആയിരിക്കും എന്നാ പറയുന്നത്. എല്ലാ ടീമും ഒരു ടീമിനെ നമ്മൾ ചെറുതായിട്ട് കാണുന്നില്ല. എങ്കിലും ഞങ്ങൾ ഒരു പൊടിക്ക് മുമ്പിലായിരിക്കും. പ്രധാനപ്പെട്ട കാര്യം 5 ഇരട്ടിയാണ് ഈ പ്രൈസ് മണി വർദ്ധിപ്പിച്ചത്. 25 ലക്ഷം രൂപ. കാരണം 5 ലക്ഷം രൂപയിൽ നിന്ന് 25 ലക്ഷം രൂപ എല്ലാ ടീമിനും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഈ 25 ലക്ഷം രൂപ ഒന്നുമില്ല. ഒരു സീസണിൽ 1.5 കോടി രൂപ ചെലവാ. ഇപ്പം തന്നെ ഞങ്ങളൊരു 70 പേരോളം വന്നിട്ടുണ്ട്. ടിക്കറ്റ് തന്നെ ആയിട്ടൊന്ന് 1.25 കോടി രൂപ ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും വന്നതാണ്. അപ്പൊ അതിമേല ഇതെന്ന് പറയുന്നത് ഒരു പാഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇല്ല, ഇത് നമ്മുടെ പാഷന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓരോ കരയിലേക്ക് ഇറങ്ങുമ്പോൾ ആ കരയിലെ ആവേശമുണ്ട്. ആ ആവേശത്തിനൊത്ത് നമ്മൾ വേറെ കാര്യം കൂടെ പറയാനുണ്ട്. ഒരു കരയ്ക്ക് ഒരു വള്ളം ഉണ്ടെങ്കിൽ അതിന് മിനിമം ഒരു വർഷം 10 ലക്ഷം രൂപ വള്ളത്തിന്റെ മെയിൻ്റെനൻസിന് ചെലവുണ്ട്. അത് കരക്കാരാണ് ആ പൈസ കൊടുക്കുന്നത്. പക്ഷെ ഗവൺമെന്റിന് അതിന് ഗവൺമെന്റ് കൂട്ടിയിട്ടുണ്ട്. അല്പം മെയിൻ്റെനൻസ് കൊണ്ടൊന്നും ആകത്തില്ല സാർ. 25 മുതൽ 1 കോടി രൂപ കൊടുത്താണ് ക്യാപ്റ്റൻസി എടുക്കുന്നത്. ഈ ക്യാപ്റ്റൻസിമാർക്കൊന്നും ഒരു ഇതും തരുന്നില്ല, ഒരു ഇമ്പോർട്ടൻസും ഇല്ല. നമ്മൾ കാശ് പോലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ പോയി ക്യൂ നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ ഇനി ഡെവലപ്പ് ചെയ്യാനുണ്ട് ഒത്തിരി. കാരണം ഒരു ട്രോഫി മേടിക്കണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് അവിടെ പോയി മേടിക്കാം. ചില പരിഭവങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അടുത്ത ഓരോ തവണ ഇങ്ങനെ അതുകൊണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റന്മാർ വരുന്നില്ല. അതാണ് ഒരു പ്രശ്നം. അപ്പൊ എന്തായാലും 25 ലക്ഷം ആക്കിയത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് പ്രമോജി ഒരു പാട്ട് തുടങ്ങിയാലോ? ഏതാ തുടങ്ങുന്നത്? നമുക്ക് നമ്മുടെ കുട്ടനാടിന്റെ പാട്ട് തന്നെ പാടാം. അത്തിനന്തം പാടിയല്ലോ തിന്തിനന്തം പാടിയല്ലോ നമ്മളൊന്നാണ് പാടാൻ നമ്മളൊന്നാണ്. അത്തിനന്തം പാടിയല്ലോ തിന്തിനന്തം പാടിയല്ലോ നമ്മളൊന്നാണ് പാടാൻ നമ്മളൊന്നാണ്. കൈകുഴഞ്ഞു വീണ നേരം കാൽ കുഴഞ്ഞു വീണ നേരം ചാട്ടവാറുകൾ നീള ചാട്ടവാറുകൾ. അത്തിനന്തം പാടിയല്ലോ തിന്തിനന്തം പാടിയല്ലോ നമ്മളൊന്നാണ് പാടാൻ നമ്മളൊന്നാണ്. അപ്പൊ നമ്മൾ ഒന്നായി തന്നെ പള്ളാത്തുരുത്തിക്കും ഒപ്പമുണ്ട്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അപ്പം ഇനിയിപ്പോ അങ്ങോട്ട് നിമിഷങ്ങളുണ്ട്. നമ്മളൊക്കെ ഗൾഫിൽ നിന്ന് വന്നതാണ്. അല്ലല്ല, ഈ വളത്തിനൊപ്പം ആവേശം 100 പേര് ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. ഞങ്ങളെ വള്ള കപ്പുമായിട്ട് പോകാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഉണ്ടാകും. അപ്പൊ ഓരോ നിമിഷവും ചേട്ടാ.